3 മണിക്ക് റബ്ബർ വെട്ടാൻ പോകും. എന്നിട്ട് വെഞ്ഞാറമ്മൂട് മൃഗാശുപത്രി തെരുവുനായ്ക്കളെ പിടിക്കാൻ പോകും. എന്നിട്ട് തെങ്ങ് കയറ്റുണ്ടെങ്കിൽ തെങ്ങ് കയറാൻ പോകും. കിണർ വേനൽക്കാലത്ത് കിണർ വൃത്തിയാക്കൽ. ഈ കിണറ്റിൽ പട്ടിയൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ വലിയ പാടല്ലേ പട്ടിയൊക്കെ? പിന്നെ ഭയങ്കര ടാസ്ക്. പട്ടിയെ തോളിൽ വെച്ച് എടുത്തോണ്ട് വരും. കൂളായിട്ടും കയറും നിറഞ്ഞ വെള്ളത്തിൽ. നല്ല വെള്ളം ഉള്ളപ്പോഴൊക്കെ ഇറങ്ങും. ജോലി ചെയ്യാത്ത ഒരു ശ്രീദേവിയെ മറ്റുള്ള വീട്ടിൽ അടിമപ്പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ശരിക്കും ചെയ്യില്ല. തെറ്റ് ചെയ്തിട്ടുള്ള ജയിലിൽ ഉദ്ദേശിച്ച് മനസ്സിലായില്ല. എന്തോ വീട്ടു ജോലി അടിമയായിട്ട് മറ്റുള്ള കീഴിൽ ചെന്ന് ജീവിക്കുന്ന ഒരു അവരുടെ ആട്ടും തുപ്പും എല്ലാം കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥ. എൻ്റെ അമ്മച്ചേ, എടീ പാമ്പ് കേട്ടോ, നിറച്ച് പാമ്പ് അവിടെ അല്ല. പാമ്പെന്ന് പറയുന്നത് പലതരം പാമ്പുകൾ. മൂർഖൻ പാമ്പുണ്ട്, ചേനത്തൊണ്ടനുണ്ട്, എനിക്കറിയത്തില്ല. ആണാലി വരെ ഉള്ളൊരു ഒരു വലിയ കാടാണ്. പക്ഷേ ഈ കാട്ടിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഝാൻസി. കാരണം ഈ സ്ത്രീ ഒരു വലിയ സംഭവമാണ്. ഇവർ ചെയ്യാത്ത പണി ഒന്നുമില്ല, എന്തു പണിയും ചെയ്യും. ഇവർ ആണുങ്ങളെ കടത്തി വെട്ടുന്ന ഗംഭീര ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ പട്ടി പിടിക്കാൻ പോകും. അത് പേപ്പട്ടി ഉൾപ്പെടെയുള്ള പട്ടികളെ അവരെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെയുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഝാൻസി റാണിയുടെ കൈയുടെ രുചി അറിഞ്ഞ പട്ടികളായി പോകുന്നതല്ല. അത് മാത്രവുമല്ല, ഏത് തെങ്ങിലും കയറും, ഏത് കിണറ്റിലും ഇറങ്ങും എന്ന് വേണ്ട എല്ലാ പണിയും ചെയ്യുന്ന ഒരു ഗംഭീര വനിതയാണ് ഇക്കുറി ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മാതൃകയാണ്. എന്ത് ജോലി ചെയ്യാൻ പാടില്ല, എന്ത് ജോലി ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഇതോടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമുക്ക് എന്തായാലും അവരെ തപ്പിപ്പോം. അവരെവിടെ കാണുമെന്ന് എനിക്കറിയത്തില്ല. കാട്ടിലും മേട്ടിലും തെങ്ങിൻ്റെ മണ്ടയിലും കിണറ്റിലും എല്ലാം അവരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർ തപ്പി പോവുകയാണ് ഞാൻ. ഓയ് ഝാൻസി റാണി, ശ്രീദേവി, നിൽക്കുന്ന ആള് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ കക്ഷി. ഒന്ന് മേളിൽ കയറാൻ പോന്നോ? ആള് മേളിട്ട് കയറാൻ പോവുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ആൾ എവിടെയും കാണുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ആള് കറക്റ്റ് നടക്കുന്നത്. എൻ്റെ അമ്മ, ഇത്ര ഉയരത്തിലുള്ള തെങ്ങ കയറാൻ പോകണോ? പേടിയൊന്നുമില്ലേ? എന്തിനാ, 6 വർഷം കൊണ്ട് ചെയ്യുക. എന്നാലും നിങ്ങളെ സമ്മതിക്കണമല്ലോ ഝാൻസി റാണി. ഞാനിപ്പോ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോഴേ നിങ്ങളെ വിളിക്കും, നീ ഒന്ന് കാര്യം ചോദിച്ചിട്ട് കയറി മേളിലോട്ട്. അല്ല, അതിന്റെ ഹൈറ്റ് കണ്ടോ? അത്രയും ഹൈറ്റിലേക്കാ പോകുന്നത്. ഒരു പേടി, താഴോട്ട് നോക്ക് പേടിയുണ്ടോ? ഇല്ല. കുറച്ച് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുമോ? ഇറങ്ങിയോ? അല്ലെങ്കിൽ കുറച്ച് കയറിട്ട് വന്നാ നോക്കട്ടെ. നിങ്ങളെ കയറി സ്റ്റൈൽ കണ്ടോ? ഒരു പേടിയില്ലാതെ അവർ കയറുന്ന കയറ്റം കണ്ട നമ്മുടെയൊക്കെ നെഞ്ചിടിക്കും അല്ലേ. അതാണ് സ്ത്രീ എന്ന് പറയുന്ന സംഭവം. കാരണം വെച്ചാൽ അത്ര വളഞ്ഞു പുളഞ്ഞ് നിൽക്കുന്ന തെങ്ങിലേക്കാണ് ഒരു 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 ചെറുപ്പക്കാരിയാണ് കയറുന്നത് കേട്ടോ. എനിക്ക് പേടിയാ. ഒരു ശ്രീദേവി, തൽക്കാലത്തേക്കേ അങ്ങ് കയറി പോവാണല്ലോ. ഇത് അവർക്കൊരു പേടിയില്ല, അങ്ങ് ഉയരത്തിലെത്തി കേട്ടോ. നമ്മുടെ വിളിപ്പുറത്തും എത്തി. അതാണ് ഝാൻസി റാണി, നമ്മുടെ കേരളത്തിൻ്റെ ഝാൻസി റാണി കേട്ടിട്ടുണ്ടോ? ഇതാണ് അങ്ങ് ഉയരത്തിലെത്തി കഴിഞ്ഞു. ഞാൻ പിടിച്ചിറങ്ങാൻ പോവാ. വരാൻ പറ്റുമോ? മതി. ഒന്ന് ഇറങ്ങിയോ? ഒരു കാര്യം ചോദിക്കട്ടെ. തേങ്ങ വെട്ടണ്ട, എനിക്ക് കാര്യം ചോദിച്ചാൽ മതി. തേങ്ങ ഇന്നത്തേക്ക് വെട്ടണ്ട. നമുക്ക് ഒരു കാര്യം ചോദിച്ചാൽ ഇപ്പൊ വിട്ടാക്കാം. എന്നിട്ട് കയറിക്കോ. വാ, ഞാൻ ഇറക്കാൻ പോവുകയാണ്. തേങ്ങ വെട്ടാൻ വേണ്ടി പോയ പോക്കാണ്, പക്ഷെ ഞാൻ പിടിച്ചിറക്കുകയാണ്. അപ്പോൾ ഇവര് ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാളാണ്. നമ്മുടെ ശ്രീകണ്ഠനാഥ് ഷോയിലൊക്കെ വന്ന് 1 കോടിയൊക്കെ വാങ്ങിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ കിട്ടിയ 1 കോടി രൂപയൊക്കെ എന്തിയേ? ശ്രീകണ്ഠനാഥ് ഷോയിൽ പോയില്ലേ? 1 കോടി രൂപ കിട്ടിയില്ലേ? 1 കോടി കിട്ടില്ല, 1 ലക്ഷം രൂപ കിട്ടിയ. 1 കോടി രൂപ കിട്ടിയെന്നൊക്കെ അല്ലേ പുറത്തറിയുന്നേ? അതെ. ആ പൈസ ഒക്കെ എന്തിയേ? കോടീശ്വരി എന്ന പേര്. എന്റെ ജോലി മൊത്തത്തിൽ പോയി, ആരും പണിക്ക് വിളിക്കാറില്ല. ഈ പാവത്തെ ആ ഷോയിൽ പോയതിനു ശേഷം പണിക്കും വിളിക്കുന്നില്ല, പട്ടിയെ പിടിക്കാനും വിളിക്കുന്നില്ല, കിണറിറക്കാനും വിളിക്കുന്നില്ല, തെങ്ങി കയറാനും വിളിക്കുന്നില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളൊക്കെ ആ ഷോയിൽ വന്നപ്പോഴത്തേക്ക്, ആ ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ശ്രീകണ്ഠനാഥ് ഷോയിൽ 1 കോടി രൂപ വാങ്ങിച്ചെടുത്ത് ഗംഭീര ജീവിതം നയിക്കുന്നതൊക്കെ പറഞ്ഞ് ഒരുപാട് കിംവദന്തികൾ ശ്രീദേവിയെ പറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഇപ്പോഴും കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. വീട്ടു ജോലിക്കാ പോകുന്നത്. വീട്ടു ജോലിക്ക് പോകല്ലേ? വീട്ടിൽ പോകും. ഇപ്പോഴാണ് ഇത്രയും പിന്നെ 10-25 ജോലി അറിയത്തില്ലേ? അറിയാം, ആരും വിളിക്കുന്നില്ല. എന്താ വിളിക്കാതെ എന്താ അറിയില്ല. അല്ല, ശ്രീദേവി ആർക്കും വേണ്ടേ? ശ്രീദേവി വേണ്ട. എനിക്കൊരു വീഴ്ച വന്ന് കാലൊടിഞ്ഞു പോയി. 2 വർഷം സുഖമല്ല കിടപ്പ്. അപ്പോഴും ഭയങ്കര TV-യിൽ വാർത്തയൊക്കെ കൊടുത്തു, കാലൊടിഞ്ഞു പോയെന്ന്. അങ്ങനെ വീട്ടു ജോലിക്ക് പോകാനോ? വീട്ടു ജോലിക്ക്. ഇത്രയും വലിയ ഒരു പേരെടുത്ത ഒരാള്. മൃഗസംരക്ഷണ ഓഫീസിൽ പട്ടിപിടുത്തത്തിന് 12 വർഷം പിടിച്ചാണ് ജോലിയാ. അവിടെ പോലും അവര് പോലും ജോലി എന്നെ മാറ്റി. പട്ടി പിടിക്കാനുള്ള ജോലിയില്ലേ ഇപ്പൊ? പാമ്പ് പിടിക്കാൻ പോകത്തില്ലായിരുന്നു? അപ്പൊ അതിനും പോകും. ആരും വിളിക്കുന്നില്ല. പാമ്പ് പിടിക്കാൻ പോകാത്ത എന്താ ഇപ്പൊ? ആരും വിളിക്കുന്നില്ല. വർക്ക് ഉണ്ട്, കിട്ടുകയാണെങ്കിൽ പോകും. അല്ല, എന്താ വിളിക്കാതെ എന്താ? കോടീശ്വരിൽ പോയി കോടികൾ കിട്ടി. അയ്യോ, ഇതാണ് അവസ്ഥ. ഈ പാവത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോടീശ്വരനിൽ പോയി കോടീശ്വരൻ കിട്ടി എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. പക്ഷെ കോടി പോയിട്ട് എന്തോ കിട്ടി അവസാനം?
1,50,000 രൂപ. 1,50,000 രൂപ എന്തോ അവന് വന്ന അത് മൊത്തം ഹോസ്പിറ്റലിൽ തന്നെ തീർന്നു. കാലൊടിഞ്ഞ ആശുപത്രിയിലായി. 2 സർജറി കഴിഞ്ഞു കാലില്. ആ പൈസ മുഴുവൻ തീർന്നു ആശുപത്രി തീർന്നു. പക്ഷെ ആൾക്കാർ വിചാരിച്ചേക്കുന്നത് ഇപ്പോഴും ശ്രീദേവി കോടീശ്വരാന്ന് പറഞ്ഞിരിക്കും. കോടീശ്വരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വർക്കിനാരും വിളിക്കുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് മരിക്കുന്ന ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇങ്ങനെ വീട്ടു ജോലിക്ക് ചെന്നിരിക്കാൻ ഞാൻ ഇപ്പോൾ ജയിലില്ല ഉള്ള സത്യം പറഞ്ഞു. ജയിലില് എന്ന് പറഞ്ഞ വീട്ടു ജോലി അടിമയായിട്ട് പോയി നിൽക്കുന്ന ഒരു അനുഭവം. ഇത്രയും കഴിവുള്ള ആളല്ലേ ശരിക്കും മൃഗത്തെ പിടിക്കാൻ മൃഗങ്ങളെ പിടിക്കാൻ പോയിട്ടുണ്ട്, പാമ്പ് പിടിക്കാൻ പോയിട്ടുണ്ട്. 5,000 ഡോഗിനെ പിടിച്ചതിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 5,000 പിടിച്ചിട്ടുണ്ട്. 5,000 ഡോഗിന്റെ ജീവചൈതന്യ ഗ്രൂപ്പിന്റെ ABCയുടെ പ്രസിഡന്റ് ആയിട്ട് 12 വർഷം കൊണ്ട് ചെയ്ത വർക്കാണ് എന്നെ ജോലി. ഇതെങ്ങനെയാണ് ഇത്രയും കഴിവ് കിട്ടിയത്? ഞാൻ അത്ഭുതത്തോട് ചോദിക്കുകയാണ്. ആണുങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന ജോലിയാണ് കൂടുതൽ ചെയ്യുന്നത്. ഇല്ല സാറേ, എനിക്ക് അച്ഛനില്ല, അമ്മയ്ക്ക് മെന്റലിന്റെ പ്രോബ്ലം, പിന്നെ കൊച്ചിലെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പക്ഷെ പഠിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴങ്ങനെ ആ ഒരു മെത്തേഡിലായിരുന്ന ജീവിതത്തിൽ നിന്ന്, ശൈലിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് കുടിക്കുമായിരുന്നു. പിന്നെ 2 കൊച്ചുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ധൈര്യം ഒന്ന് കൈവിടാതെ 10 രൂപയ്ക്കാണ് ആദ്യം റബ്ബർ വെട്ടി തുടങ്ങിയത്. റബ്ബർ വെട്ടാൻ പോകും. 10 രൂപ തുടങ്ങി 1 മണിക്ക് ഉറക്കമൊഴിച്ച് വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് 3 മണിക്ക് റബ്ബർ വെട്ടാൻ പോകും. എന്നിട്ട് വെഞ്ഞാറമ്മൂട് മൃഗാശുപത്രി തെരുവുനായ്ക്കളെ പിടിക്കാൻ പോകും. എന്നിട്ട് തെങ്ങ് കയറ്റുണ്ടെങ്കിൽ തെങ്ങ് കയറാൻ പോകും. വേനൽക്കാലത്ത് കിണർ വൃത്തിയാക്കൽ, അങ്ങനെ എല്ലാ ജോലിക്കും. അല്ല, ഇതെല്ലാം ഈ ശ്രീദേവി തെരഞ്ഞെടുത്ത ജോലി മുഴുവൻ ഭയങ്കര കട്ടിപ്പണിയല്ലേ? കിണറിറക്കുക, തെങ്ങേ കയറുക, പട്ടിയെ പിടിക്കുക, എത്രയോ സിമ്പിൾ ജോലിയുണ്ട്. അത് 300 രൂപയല്ലേ കിട്ടൂ. ഇന്നത്തെ 300 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്ക് മെത്തേഡ് ജീവിക്കാൻ പറ്റുമോ? ഇത് മറ്റുള്ളവർ ചെയ്യുന്ന ജോലി ജനസേവനം പോലെ കാണണം. ജീവിതത്തിൽ ഈ മെത്തേഡിൽ നമുക്ക് ശമ്പളം കുറവാണ്. പുറത്തോട്ട് പോയി അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പൈസയ്ക്കല്ല, എനിക്ക് ജനസേവനം. ആണുങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആകർഷിക്കും. അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ കൂടി എൻ്റെ ഭാര്യ എന്നുള്ളൊരു മേൽവിലാസത്തിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഞാൻ സന്തോഷവതിയാണ്. ജീവിക്കാൻ പാടുപെടുകയാണ്. കാരണം എനിക്കിപ്പോൾ ഈ വീട് സ്ഥലം എൻ്റെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ഈ 10,000 രൂപയ്ക്ക് അഡ്വാൻസ് മേടിച്ച് ഈ വീടിന് വാടക കൊടുത്തിരിക്കുകയാണ്. മാസം 1000 രൂപയാണ് ഈ വീട്ടിൽ വാടക മേടിച്ച് 1000 രൂപയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. നേരിട്ട് സംസാരിക്കട്ടെ. ഇനി ഈ ശരിക്കും പറഞ്ഞ ഇതൊരു ഒരു വല്ലാത്തൊരു വിഷം നിറഞ്ഞ കാഴ്ചയാണല്ലോ. അന്നൊക്കെ നമ്മൾ ഈ ശ്രീധരനാർഷയിൽ എൻ്റെ 2ാമത്തെ സർജറിക്കാണ് ഈ വീട് സ്ഥലം അഡ്വാൻസ് വെച്ച പൈസയ്ക്കാണ്. അല്ല, ഇതിന് കാല് ഒടിഞ്ഞിട്ട് പോലും ഇതൊക്കെ പണി ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് പേടി എന്നെ വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുക, ജോലി തരാൻ വേണ്ടി. പക്ഷേ ഞാൻ ജനങ്ങളോട് മൊത്തം പറയണ്, എൻ്റെ അവസാന ശ്വാസം വരെ ഇങ്ങനെ എൻ്റെ ശരീരം വെട്ടിമുറിച്ച് എന്നെ വേർവിട്ട് ആക്കിയിരുന്നാൽ പോലും ഞാൻ എണീറ്റ് വരും. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ശ്രീദേവി താഴോട്ട് ഇറക്കാൻ പോവാണ്. ഈ ശ്രീദേവി ഈ ഒടിഞ്ഞ കാല് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. ഈ കിണറ്റിൽ 10-50 അടി താഴ്ചയുള്ള കിണറ്റിൽ ഇറങ്ങുന്ന കാഴ്ചയോടെ കാണിക്കാൻ പോവാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ എന്താ പറയുന്നത്, സർവ്വ നാടി നരമ്പോഴും കോച്ചു വലിയ കാഴ്ചയാണ്. ദൈവം ഈ പാവത്തിന് ഒരു ആപത്തും വരല്ലേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് എന്തായാലും ഇറക്കാൻ പോവുകയാണ്. എനിക്ക് മരണത്തിന് പേടിയില്ല. എന്തിന് നമ്മളെന്തിന് മരണത്തിനെ പേടിക്കണം? മരണം നമ്മൾ ജോലി ചെയ്തിരുന്നാലും വരും. ഇനിയാണ് രസം. ശരിക്കും പറഞ്ഞാൽ ശ്രീദേവി ചെയ്യുന്ന പണികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കൈവച്ചു പാമ്പിനെ പിടിക്കാൻ പോകുന്നു. അത് മൂർഖം പാമ്പും രാജവമ്പലൊക്കെ ഈ ശ്രീദേവിയുടെ മുമ്പിൽ എന്ത് പറയുന്നത് തത്തോ തരികട അത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ആയുധം അല്ലേ? കൈവച്ചത് ശാസ്ത്രീയമായിട്ട് 35 പേരിൽ എനിക്കാണ് ലൈസൻസ് കിട്ടിയത്. അപ്പൊ അതില് ഇപ്പൊ നമുക്ക് ശാസ്ത്രീയമായിട്ട് പാമ്പിനെ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ സാധനം നോക്കട്ടെ. ഇതാണ് സംഭവം കേട്ടോ. ഇത്രയും നാളായിട്ട് ഈ സാധനം എന്റെ കൈ കിട്ടിയിട്ടില്ല. ഇത് വെച്ച് ഇങ്ങനെ കയറി പിടിക്കും അല്ലേ? അപ്പൊ ഇത് ഈ തുമ്പ് വെച്ച് എത്ര പാമ്പിന്റെ ദേഹത്ത് വിട്ട് കാണും? ഞാൻ ഇപ്പം കുറച്ച് നാളെ ഇതുവരെ ഒരു 50 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഫോണിൽ യൂസ് ചെയ്ത് ഇടാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ആരും അറിയുന്നില്ല. അപ്പൊ മൂർഖനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മൂർഖനെ കിട്ടിയിട്ടുണ്ട്. രാജവമ്പാലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ഈ മൂർഖനെ കാണും പേടിയൊന്നും ഇല്ല. ഇല്ല. ഞാൻ ഇത് കരിങ്കന്റെ കെട്ടിൽ നിന്നൊക്കെ കിണറ്റിന്റെ അകത്തുനിന്ന് ഒരു പാമ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു കടി കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ 5000 ഡോഗിനെ പിടിച്ചിട്ടോലും കടിച്ചിട്ടില്ല. പാമ്പ് പിടിക്കാൻ എല്ലാ വർക്കിലും നമുക്ക് ഏറ്റവും അപകടകാരി മനുഷ്യരാണ്. ഒരു പാമ്പും കടിച്ചിട്ടില്ല, ഒരു പട്ടിയും കടിച്ചിട്ടില്ല, ഒരു കിണറ്റിലും വീണിട്ടില്ല, ഒന്നുമില്ല. തെങ്ങിന്റെ മണ്ടയിൽ കയറിയിട്ടൊക്കെ എത്ര വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു എന്തോ അതൊരു സന്തോഷം. മൂർഖന്റെ ശരീരത്തിലൂടെ ചലിച്ച സാധനമാണ്. ഇത് പേരെന്തോ? ഇത് സ്റ്റിക്ക്. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അവയർനെസ് കൊടുക്കുക. ഈ പാമ്പ് ഭയങ്കര പ്രശ്നക്കാരനല്ലേ? ഇല്ല, അതിന് നമ്മൾ ഉപദ്രവിച്ചാൽ അത് തിരിച്ച് കടിക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഒന്നും അറിയാൻ പാടില്ല. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഒരുപാട് മരണങ്ങൾ ഒത്തിരി നടക്കും. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര വിഷമമില്ലേ? തീർച്ചയായിട്ടും. കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമോ വെച്ചാലേ പാമ്പിന് കടിയേറ്റ്. അതുപോലെ തെരുവുനായ്ക്കളെ ഇപ്പം കോടതി വിധിയായി പട്ടികളെ പിടിച്ച് മാറ്റി. എവിടെ മാറ്റിയിരുന്നാലും ഇത് ജനങ്ങളല്ലേ കൊണ്ടുവന്ന് തെരുവിലെ ആഹാരം വേസ്റ്റൊക്കെ ഇട്ട് ഈ പട്ടികൾ പെറ്റുവരെയുള്ള കാരണം എല്ലായിടത്തും മനുഷ്യൻ തന്നെയാണ് മൂല കാരണം. പാമ്പ് ഇറങ്ങാൻ മനുഷ്യൻ എന്ത് ചെയ്തു?
മനുഷ്യത്തിന് ഇത് വേസ്റ്റ് ഇടുന്നിടത്ത് പാമ്പ് വരും. പെരിച്ചാഴി വരും, എലി വരും. അപ്പോഴ് എലി ഉള്ളിടത്ത് പാമ്പ് എത്തും, പാമ്പുള്ളിടത്ത് ശ്രീദേവി എത്തും. ഞാനെത്തും. നമ്മളെ പോലുള്ള കുറച്ച് പേര് ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഒരു അംഗീകാരമോ ഗവൺമെന്റ് ഒന്നും ഇല്ല. നാട്ടുകളിൽ അയ്യോ ആ പാവ ഇത്രയുള്ള ആഴമുള്ള കിണറ്റിലേ ഒരു എല്ലാ പുരുഷന്മാരും പേടിയോടെ നോക്കുന്നത്. നിങ്ങൾക്ക് പേടിയൊന്നുമില്ല? എന്തിന് ഇതെല്ലാം വൃത്തിയാക്കുവാണ് ഇനിയിപ്പോ? ഇത് വെള്ളമില്ല, വേനൽക്കാലത്ത് വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. ഇനി ഇറങ്ങി വൃത്തിയാക്കണം. ഈ കിണറ്റിൽ പട്ടിയൊക്കെ കേൾക്കാറുണ്ട്, അതൊക്കെ വലിയ പാടല്ലേ പട്ടിയൊക്കെ? പിന്നെ ഭയങ്കര ടാസ്ക്. പട്ടിയത് തോളിൽ വെച്ച് എടുത്തോണ്ട് വരും. കൂളായിട്ടും കയറും നിറഞ്ഞ വെള്ളത്തില്. നല്ല വെള്ളം ഉള്ളപ്പോഴൊക്കെ ഇറങ്ങും. അതൊന്നും പേടിയില്ല. ഇത് ബ്ലാക്ക് ബെൽറ്റ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതാ അപ്പോൾ ഇറങ്ങി ഇറക്കം നോക്കിയാള്. എന്റെ ദൈവമേ, ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യ കുഞ്ഞു വല്ല ആണോ എന്തോ? ഇത് കുരങ്ങന്റെ വല്ല ജന്മമല്ലാന്നോ ഇത്? ഒരു വശം ഇതെങ്ങനെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കിണറിറങ്ങാൻ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഒന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ട് പോ. കിണറിറങ്ങി എങ്ങനെ പഠിച്ചത്? ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാ. ആണോ? ആദ്യത്തെ കിണറ്റ് എത്രാമത്തെ വയസ്സിൽ ഇറങ്ങുന്നത്? എത്രാമത്തെ വയസ്സിൽ ആദ്യത്തെ കിണറ്റ് ഇറങ്ങുന്നത്? ആണോ? അങ്ങ് ഇറങ്ങിയാ പോവല്ലയോ? ആളെ ഇറങ്ങുന്ന ഏറ്റവും കണ്ടോ? എല്ലാരും പേടി മാറട്ടെ, കാലൊടിഞ്ഞ് വർക്ക് ചെയ്യണില്ലെന്നാണ് പേടി. പണിയൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കണ്ണത്തെ ദൂരത്തേക്ക് ആൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആളെ കിട്ടാൻ പാടായി. ഇനി എപ്പോഴെങ്കിലും പണിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ശ്രീദേവി കിണറ്റി ഇടുന്നത് അല്ല, ഇതിപ്പോ ഉള്ളിൽ അങ്ങ് നല്ല ആഴത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ആള് നല്ല ഇത് കണ്ടോ, എത്ര താഴ്ച പോയി. ഒന്ന് ക്യാമറ കാണിച്ചു കൊടുത്ത്. അത്രയും താഴ്ചയിലേക്കാണ് ആ സ്ത്രീ പോകുന്നത്. നമ്മൾ ആണുങ്ങളൊക്കെ ചെയ്യാൻ മടിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല കുതിർന്ന് കിടക്കുകയാണ്. എന്നിട്ട് അതൊന്നും വക വയ്ക്കാതെ ശ്രീദേവി ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന ഭീകര കാഴ്ചയാണ് കാണുന്നത്. എന്റെ ശ്രീദേവി, ഞാൻ നമസ്കരിക്കുവാണ് കേട്ടോ. അങ്ങനെ നമിച്ചു ഞാൻ. കേറിക്കോ. ആ ശ്രീദേവി ജോലിയെല്ലാം കഴിഞ്ഞ് രംഗത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അവരുടെ ആ മുഖത്തുണ്ട് ഇത്രയൊക്കെ ജോലി ചെയ്തിട്ട് അവർ പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു വിജയ ഭാവം എന്ന് പറയുന്നത്. ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഝാൻസി റാണി എന്ന് വിളിക്കുന്ന ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അണ്ണാൻ കുഞ്ഞൊക്കെ ഇറങ്ങി വരത്തില്ല മരത്തിൽ നിന്ന്. അത്രയോട് ലാഘവത്തോടെ ഇത്രയും നേരം ഭൂമിക്കടിയിലായിരുന്നു. കുറച്ച് മുമ്പ് ആകാശത്തിന് മുകളിൽ. ഇത് എവിടെ കാണും? എപ്പോഴും നേരത്തേക്ക് ഇറങ്ങി വരുന്നത് എപ്പോഴാ? ഇറങ്ങി വരും. ശരിക്കും പറഞ്ഞാലേ ഇത്രയൊക്കെ ജോലി ചെയ്യുന്നത് നേരിട്ട് കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് ശ്രീദേവിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇത്രയൊക്കെ ജോലി ചെയ്യുന്ന ആള് കുടുംബം പോറ്റാൻ വേണ്ടി വല്ലവന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടും അല്ലേ? ഇനി അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. അതിന് പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണി കരയാത്ത ദിവസങ്ങളില്ല. എനിക്ക് പറ്റുന്നില്ല. ജോലി ചെയ്യാത്ത ഒരു ശ്രീദേവിയെ ചിന്തിക്കാൻ പറ്റും. മറ്റുള്ള വീട്ടിൽ അടിമപ്പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ശരിക്കും ജയിലില്ല. തെറ്റ് ചെയ്തിട്ടുള്ള ജയിലിൽ നിന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. എന്തോ വീട്ടു ജോലി അടിമയായിട്ട് മറ്റുള്ള കീഴിൽ ചെന്ന് ജീവിക്കുന്ന ഒരു അവരുടെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥ. മരിക്കണ കാലം വരെ ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു തൊഴിലോട്ട് കിട്ടുന്നുമില്ല. എന്നാൽ എല്ലാ ജോലിയും ചെയ്യുന്ന ആളുമാണ് അല്ലേ? അത് ഭയങ്കര ഒരു ശാപം പോലെയാ. എന്നിട്ട് ഒരു തട്ടുകട വഴിയോരത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. 100 നിയമങ്ങൾ. ഒരു തട്ടുകടെങ്കിലും അവരാരും കാലോട്ടിന്ന് പറഞ്ഞ് എനിക്ക് വെച്ച് തന്നു. എനിക്കൊന്നും വേണ്ട. ഞാൻ മറ്റുള്ളൊരു ഔദാര്യത്തിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് അധ്വാനിച്ചു. കോടീശ്വരി പോയതാണ് ഏറ്റവും ഒരു കുഴപ്പമായതല്ലേ? അറിയണ്ടായിരുന്നു, ലോകം അറിയണ്ടായിരുന്നു എന്നെ. ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കുമായിരുന്നു. അത് പോയി പ്രശസ്തിയായി. എന്നാ പണം ഉണ്ടോ? അത് കിട്ടിയതുമില്ല അല്ലേ? കോടീശ്വരി പേര് രാജ്ഞിയുടെ പേര് കിട്ടിയല്ലോ. അതല്ലേ ആർക്കും കിട്ടാത്തൊരു പേര്. എന്താ കിട്ടിയ? ഝാൻസി റാണി, കോടീശ്വരി. രണ്ടു പേരേ ഉള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഝാൻസി റാണി എന്ന് പറയുന്ന ശ്രീദേവിയുടെ ജീവിതം വലിയ കഷ്ടമാണ് കേട്ടോ. ആ പാവം സ്ത്രീ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കാണുന്ന ആയിരങ്ങൾ കാണും കേട്ടോ. പ്രേക്ഷകരോട് എന്ത് പറയാനുള്ള ആവശ്യം പറഞ്ഞോ? എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ വീഴും തന്നെ കാലൊടിഞ്ഞപ്പോൾ ജനസേവനം ചെയ്തിട്ടുള്ള പഞ്ചായത്തുകാരോ ആരും എന്നെ സഹായിക്കാൻ എല്ലാവരും എന്നെ ഒഴിവാക്കി. എനിക്ക് പറ്റണില്ല. ഇന്ന് ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നു. ജീവിക്കുന്ന ആളല്ല, എനിക്ക് അധ്വാനം ജീവിക്കാനാണ് ഇഷ്ടം. എനിക്ക് മൊബൈൽ എന്തെന്നും അതിനെക്കുറിച്ചുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ച് എന്നെ ജോലിക്ക് വിളിക്കുക. എനിക്ക് ജോലി ചെയ്യാതെ എനിക്ക് പറ്റണില്ല. ഒരു അടിമപ്പണി പോലെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു അനുഭവം ഞാൻ ഇന്ന് സഹിക്കാൻ പറ്റാത്ത വേദനയിലാണ്. ശ്രീദേവി പറയുന്ന വാക്കുകളുണ്ടല്ലോ, എനിക്ക് കുറച്ച് പൈസ താ, അല്ല എന്നെ സഹായിക്കേ, എനിക്കൊരു വീട് വെച്ചത്, അതൊന്നും അല്ല പറയുന്നത്. എനിക്കൊരു ജോലി താ. ഇങ്ങനെ പറയാൻ ശ്രീദേവി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് നമ്മളെല്ലാം വിളിക്കുന്നത് ഝാൻസി റാണി. നല്ല തൻ്റെ ഉള്ള കരുത്തുള്ള സ്ത്രീയാണെന്നേ. അവരെയൊക്കെ നമ്മുടെ സമൂഹം അംഗീകരിക്കണം. തീർച്ചയായിട്ടും ഈ കണ്ണീര്
ഒരു പരിഹാരം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീദേവി. കാര്യം കാണുന്ന ആൾക്കാർ മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. ഒരുപാട് സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ശ്രീദേവിയുടെ ഈ അവസ്ഥ കണ്ട് ഒരു തൊഴിൽ കൊടുക്കുക, ഒരു ജോലി കൊടുക്കുക. അത് മാത്രമേ ശ്രീദേവി ഈ ചെറ്റക്കുടിൽ നിന്ന് പറയുന്നത്. കണ്ടില്ലേ, ഷീറ്റ് മേഞ്ഞ ഈ ചെറിയ കുടിലിൻ്റെ മുമ്പിൽ നിന്ന് ശ്രീദേവി പറയുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യത്വമുള്ള ആൾക്കാർ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീദേവിക്ക് ഒരു പുതിയ ജീവിതം കിട്ടട്ടെ, പുതിയ ജോലി കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.